നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. മൂന്നാം NDA സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ വിഭജിച്ച് തീരുമാനമായിരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള 2 മന്ത്രിമാർ, അതിൽ സുരേഷ് ഗോപിക്ക് പെട്രോളിയവും നാച്ചുറൽ ഗ്യാസും ഒപ്പം ടൂറിസം വകുപ്പുമാണ് അനുവദിച്ചിരിക്കുന്നത്. ജോർജ് കുര്യനാവട്ടെ ന്യൂനപക്ഷ ക്ഷേമകാര്യ വകുപ്പുണ്ട്, ഒപ്പം ഫിഷറീസ് വകുപ്പും അദ്ദേഹത്തിനുണ്ട്, ഒപ്പം മൃഗസംരക്ഷണ വകുപ്പും ജോർജ് കുര്യനാണ്. മറ്റ് പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ വകുപ്പുകളിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊന്നുമില്ല. അമിത്ഷാ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നു, രാജ്നാഥ് സിംഗ് പ്രതിരോധം കൈകാര്യം ചെയ്യുന്നു, ഉപരിതല ഗതാഗത വകുപ്പ് നിതിൻ ഗഡ്കരി കൈകാര്യം ചെയ്യുന്നു. അത് എന്താണോ വിചാരിച്ചത് അതുപോലെ. കേരളത്തിൽ നിന്ന് MP ആയി, ലോക്സഭയിൽ മത്സരിച്ച് MP ആയതിനു ശേഷം മന്ത്രിയാവുകയാണ് സുരേഷ് ഗോപി. അദ്ദേഹം പക്ഷേ മന്ത്രിയാകാൻ ഇല്ല എന്നാണ് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തനിക്ക് കുറേ അധികം സിനിമ കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് മന്ത്രിയായിരിക്കാൻ പ്രയാസമായിരിക്കുമെന്ന്. പക്ഷേ നരേന്ദ്രമോദി നേരിട്ട് അദ്ദേഹത്തെ വിളിച്ചു വരണം, ഡൽഹിക്ക് മന്ത്രിയാകണമെന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. പക്ഷേ പുറത്ത് അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ വീതം വെച്ച് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം മാത്രമേ ഉള്ളൂ, ക്യാബിനറ്റ് പദവി ഇല്ല. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇങ്ങനെയാണ്. അതായത്, ഞാൻ എന്താണോ ആവശ്യപ്പെട്ടത് അതിനുവേണ്ടി ഞാൻ ഇനിയും ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കും, അതിനുള്ള പ്ലാറ്റ്ഫോംസ് ഇവിടെ ഉണ്ട് എന്ന് അദ്ദേഹം പ്രതികരിക്കുന്നു. വലിയൊരു അവസരമാണ് താങ്കൾക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ എന്ന ചോദ്യത്തിന് അതെ, വല്ലാത്തൊരവസരമായി പോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. സത്യത്തിൽ ഒരു ക്യാബിനറ്റ് പദവി കിട്ടാത്തതിൽ, ഇഷ്ടപ്പെട്ട വകുപ്പ് കിട്ടാത്തതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തി ഉണ്ടോ? അദ്ദേഹം അതിനുവേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? ഫൈനലി അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ നോട്ടൊക്കെ ഇട്ടുവെങ്കിലും സുരേഷ് ഗോപിയുടെ പ്രതികരണം അവിടെ നിൽക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തേത്, ടൂറിസം വകുപ്പ് സുരേഷ് ഗോപിക്ക്, ന്യൂനപക്ഷവും ഫിഷറീസ് വകുപ്പും ജോർജ് കുര്യന്. കേരളത്തിൽ BJP ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഏതൊക്കെ മേഖലകളിലൂടെ, ഏതൊക്കെ വഴിക്ക് എങ്ങനെ കടന്നു കയറാം എന്ന് BJP ആലോചിക്കുന്നു? മോദിയുടെ കേരള പ്ലാൻ എന്തുമാത്രം വർക്കാവുന്നു? BJPക്ക് കൂടുതൽ സാധ്യതകൾ തുറന്നിട്ടിരിക്കുന്നു കേരളത്തിൽ. ഈ വിഷയം സംസാരിക്കുന്നു സ്പെഷ്യൽ എഡിഷൻ. നമ്മുടെ കൂടെയുള്ളത് പ്രിന്റു മഹാദേവ്, BJP നേതാവ്, അഡ്വക്കേറ്റ് N. ലാൽകുമാർ, ഇടത് നിരീക്ഷകൻ, ആനന്ദ് കൊച്ചുകുടി, മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം പ്രിന്റു, സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിൽ അമിതമായ ഒരു ആഹ്ലാദവും അഭിമാനവും ഒന്നും കണ്ടില്ല ഇന്നത്തെ പ്രതികരണം കാണുമ്പോൾ. അദ്ദേഹം താൻ ആവശ്യപ്പെട്ടതിന് വേണ്ടി ഇനിയും സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വിചാരിച്ചതല്ല കിട്ടിയത് എന്ന പ്രശ്നമുണ്ട്. ഒരു വലിയ വിവാദവും ചർച്ചയൊക്കെ ആയപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു വിശദീകരണം കുറിപ്പിട്ടെന്ന് ഓക്കെ, പക്ഷെ അദ്ദേഹത്തിന് തുടക്കത്തിൽ അതൃപ്തി ഉണ്ടാക്കിയ ഘടകം എന്താണ്? ലോക ജനാധിപത്യത്തിന് മുമ്പിൽ ഇന്ത്യൻ ജനാധിപത്യം തലയുയർത്തി പിടിച്ചുകൊണ്ട് ഭാരതത്തിൽ വീണ്ടും ഒരു സുസ്ഥിര സർക്കാർ വന്നിരിക്കുന്നു. ആ സുസ്ഥിര സർക്കാരിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ BJP ചിഹ്നത്തിൽ മത്സരിച്ചുകൊണ്ട് ഒരു MP, അത് സുരേഷ് ഗോപി, ആദരണീയനായിട്ട് അങ്ങ് പറഞ്ഞതുപോലെ സുരേഷ് ഗോപി MP ആയിരിക്കുന്നു, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരിക്കുന്നു. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഒരു മന്ത്രിസഭ എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് പല ഘടകങ്ങളും പല കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കിയിട്ടാണ് അതിൻ്റെ ഒരു ഘടന രൂപീകരിക്കുക. ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിൽ തന്നെ പരിണിതപ്രജ്ഞരായിട്ടുള്ള 18 കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരും അതോടൊപ്പം തന്നെ പഴയതും പുതിയതായിട്ടുള്ള ബാക്കിയുള്ള സഹമന്ത്രിമാരുമാണുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് കേരളത്തിൻ്റെ സമ്പൂർണ്ണമായ ഒരു വികസനത്തെ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടാണ് 2 മന്ത്രിമാർക്കും കൃത്യമായിട്ട് സ്ഥാനങ്ങൾ നൽകിയത്. ഇപ്പോൾ സുരേഷ് ഗോപി ആയിക്കോട്ടെ, ഇപ്പോൾ ടൂറിസം പോലെ ആഗോള ടൂറിസത്തിൻ്റെ ഹമ്പാകാൻ സാധ്യതയുള്ള കേരളത്തിൽ ടൂറിസത്തിൻ്റെയും സാംസ്കാരിക വകുപ്പിൻ്റെയും മന്ത്രിയായിട്ട് അദ്ദേഹം വരും. അതോടൊപ്പം തന്നെ പെട്രോളിയം, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ജോർജ് കുര്യനായിക്കോട്ടെ, അദ്ദേഹം ന്യൂനപക്ഷം, പ്രത്യേകിച്ച് കേരളത്തിലെ മൈനോറിറ്റിക്ക് വലിയ പ്രാധാന്യമുള്ള, മൈനോറിറ്റി ക്ഷേമത്തിന് വലിയ പ്രാധാന്യമുള്ള, കേരളത്തിൽ പ്രത്യേകിച്ച് മൈനോറിറ്റി വിഭാഗം BJPയോട് അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ മൈനോറിറ്റി വിഭാഗത്തിൻ്റെ തലവനായിട്ട് അദ്ദേഹം വരും. അതുപോലെ തന്നെ ഫിഷറീസ്, കേരളത്തിൻ്റെ മത്സ്യത്തൊഴിലാളി മേഖല വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല. അതുകൊണ്ട് കേരളത്തിൻ്റെ അടിസ്ഥാന വികസനത്തിനും ക്ഷേമത്തെയും കൃത്യമായി നോക്കിക്കൊണ്ടാണ് ഈ വകുപ്പ് വിഭജനം ഉണ്ടായിട്ടുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപിയുടെ ഒരു നേച്ചർ വെച്ച് അദ്ദേഹത്തിന് നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിന് എത്രത്തോളം വകുപ്പുകൾ കിട്ടിയാൽ അത്രത്തോളം സന്തോഷത്തോടു കൂടി അത് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു കാര്യമാണ്, അത് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യും. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, നമുക്കറിയാം, അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന, എനിക്കൊരു 5 8 വകുപ്പുകളുള്ള ആളുകൾ വേണം. അത് ഒരു വികസനത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അല്ലാതെ അദ്ദേഹത്തിന് ഒരു അതൃപ്തിയായിട്ട് അത് കണക്കാക്കേണ്ടതില്ല. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ വെച്ച് അദ്ദേഹം ഈ മൊത്തത്തിൽ എങ്ങനെ കേരളത്തിൻ്റെ വികസനം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് ചിന്തിച്ച് തലമുണ്ടാക്കി നടക്കുന്ന ഒരാളാണ്.
അപ്പോൾ അതുകൊണ്ട് അല്ലാതെ അതൃപ്തിയൊന്നും അദ്ദേഹത്തിനില്ല. പിന്നെ അദ്ദേഹത്തിന് മന്ത്രിയാകാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ നമ്മളിങ്ങനെ കഥകളിലൂടെ ഉപകഥകളിലൂടെ പറയുന്നു. അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള കുറച്ച് സിനിമകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ. പക്ഷേ നേരിട്ട് നരേന്ദ്രമോദിയുടെ ഇടപെടലിലൂടെ തന്നെയാണ് അദ്ദേഹം മന്ത്രിയായിട്ടുള്ളത്. അത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന സുരേഷ് ഗോപിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് ഈ സുരേഷ് ഗോപിയുടെ ഞാൻ ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം സുരേഷ് ഗോപി ക്യാബിനറ്റ് പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം സന്തോഷഭരിതനല്ല, വലിയ അവസരമാണല്ലേ, പിന്നെ വലിയ വലിയ അവസരമായി പോയി എന്നുള്ളൊരു പരിഹാസ രൂപത്തിലാണ് അദ്ദേഹത്തിന് മറുപടി. എന്ന് മാത്രമല്ല, ഞാൻ ആവശ്യപ്പെട്ടത് കിട്ടാൻ ഞാൻ ഇനിയും ചോദിച്ചുകൊണ്ടിരിക്കും, അതിനിവിടെ പ്ലാറ്റ്ഫോംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആവശ്യപ്പെട്ടതല്ല അദ്ദേഹത്തിന് കിട്ടിയെന്നല്ലേ. ഇപ്പം തന്നെ ടൂറിസം വകുപ്പ് എടുക്കുക, സാംസ്കാരിക വകുപ്പ് അദ്ദേഹത്തിന് ഇല്ല, ടൂറിസം വകുപ്പാണ് അദ്ദേഹത്തിനുള്ളത്. പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. അപ്പോൾ അത് കേരളത്തിൽ ഏതുവഴിയാണ് വികസന പരിപാടികൾ കൊണ്ടുവരിക എന്നതിനെ ചൊല്ലി സുരേഷ് ഗോപിക്ക് തന്നെ ഒരു ആശയക്കുഴപ്പമുണ്ടാവില്ലേ? അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ നമുക്കറിയാം ടൂറിസത്തിൻ്റെ സാധ്യത വളരെ വലുതല്ലേ സാർ. ഇപ്പോൾ ആഗോള ടൂറിസത്തിൻ്റെ ഹമ്പായിരുന്നു കേരളം ഒരു കാലഘട്ടം വരെ. ഇപ്പോൾ നോക്കൂ, നമ്മുടെ കോവളം പോലെയുള്ള ഒരു പ്രദേശം ഒരു 1970 മുതൽ തന്നെ ഈ കോവളം വലിയൊരു ഹമ്പായി മാറിയിരുന്നു. പക്ഷേ ഇന്ന് കേരളത്തിൻ്റെ ഭരണകൂടങ്ങളിൽ കേരളത്തോട് കാണിച്ച അലംഭാവത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ ഒരു മേഖല വളരെ ഒരു തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ മോഡിയുടെ കേരളത്തിൽ വന്ന പ്രസംഗങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കേരളത്തിൻ്റെ ടൂറിസത്തെക്കുറിച്ച് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അദ്ദേഹം പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാധ്യതകൾ ഏറ്റവും കൂടുതൽ നടപ്പിലാക്കാൻ ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും ഒരു വികസിത രാജ്യമാക്കാൻ ശേഷിയുള്ള ടൂറിസത്തിൻ്റെ സാധ്യതകളുള്ള സ്ഥലമാണ് കേരളം. അപ്പോൾ നമ്മളൊരു ആരോഗ്യപരമായ ചർച്ച നോക്കുന്ന സമയത്ത് ടൂറിസം പോലുള്ള ഒരു വകുപ്പ് അദ്ദേഹത്തിന് കൊടുത്തത് വളരെ പ്രധാനപ്പെട്ടതല്ലേ സാർ? നിങ്ങളൊരു നമ്മളൊരു രാഷ്ട്രീയ ചർച്ചയുടെ വാദപ്രതിവാദങ്ങളപ്പുറത്തേക്ക് ടൂറിസത്തിൻ്റെ സാധ്യതകൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ ടൂറിസം കൊടുക്കുന്നു. അപ്പോൾ അതിനെന്താ തെറ്റ്? പിന്നെ നമ്മളൊരു കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന സമയത്ത് ഒരു കേരളത്തിൻ്റെ സാധ്യത മാത്രമല്ലല്ലോ, അദ്ദേഹം ഇന്ത്യയുടെ കേന്ദ്ര സഹമന്ത്രിയാണ്. അപ്പോൾ പെട്രോളിയം പോലെയുള്ള വകുപ്പ് അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആഗ്രഹിക്കുന്ന അതേ വകുപ്പുകളൊക്കെ തന്നെ അങ്ങനെ കിട്ടുക എന്നുള്ളതല്ലല്ലോ അതിൻ്റെ ഒരു രീതി. ശരി 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 ശ്രീ ലാൽകുമാർ, സുരേഷ് ഗോപി ടൂറിസം വകുപ്പ് മന്ത്രിയാവുന്നു, പെട്രോളിയത്തിൻ്റെയും ചുമതല അദ്ദേഹത്തിനുണ്ട്. ജോർജ് കുര്യന് ഫിഷറീസ് കൊടുത്തിട്ടുണ്ട്, ന്യൂനപക്ഷ ക്ഷേമകാര്യം കൊടുത്തിട്ടുണ്ട്, ഒപ്പം ഈ മൃഗസംരക്ഷണ വകുപ്പ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിൽ എന്തൊക്കെ എവിടെയൊക്കെ ചെയ്യണം എന്ന് വളരെ ആലോചിച്ചുറപ്പിച്ച പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് BJPയുടെ പാനലിസ്റ്റ് പറയുന്നത്. എന്ന് വെച്ചാൽ BJP ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് കേരളത്തിൽ ഇതുപയോഗിച്ചിട്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അല്ല, ചെയ്യട്ടെ. നോക്കൂ, ആദ്യം തന്നെ ഞാൻ ഈ MOS ആകാൻ പോകുന്ന രണ്ടുപേരെയും കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. അവർക്ക് കിട്ടിയിരിക്കുന്നൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ആ ഓപ്പർച്യൂണിറ്റി ഏറ്റവും നല്ലതായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ ഈ സംസ്ഥാനത്തിന് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ടൂറിസം അല്ലെങ്കിൽ പെട്രോളിയം മേഖലയിലുണ്ടാകുന്ന വ്യത്യാസം അല്ലെങ്കിൽ ഫിഷറീസിനുണ്ടാകുന്ന വ്യത്യാസം നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ യൂസ് ഇറ്റ് ആസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. അതിനകത്ത് സംശയമില്ല, നമുക്കെല്ലാം വേണ്ടത് അതാണ്. പക്ഷേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 10 പ്രാവശ്യം വാർത്താ സമ്മേളനം നടത്തി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കുകയും അവരെന്തെങ്കിലും തരണമെന്ന് വിചാരിച്ചാൽ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കി തരാതിരിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്ന ഒരു മന്ത്രിയാകാൻ പാടില്ല എന്നുള്ളത് മാത്രമേ നമ്മുടെ പ്രശ്നമുള്ളൂ. അതാണല്ലോ നമ്മുടെ പ്രശ്നം. നോക്കൂ, ഇവിടെ വന്ന പ്രിൻറ്റു BJPയെ പ്രതിനിധീകരിച്ച് പ്രിൻറ്റുവിൻ്റെ വാദം പറഞ്ഞു കഴിഞ്ഞു. അത് അദ്ദേഹത്തിന് അതങ്ങനെ പറയാൻ കഴിയും. അത് തെറ്റായ വാദമാണെന്നൊരു അഭിപ്രായം എനിക്കില്ലതാൻ. ഏതൊരു പോർട്ട്ഫോളിയോയും അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കാണും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒന്നിനെക്കാട്ടിലും മോശമൊന്നുമല്ല. എത്രയോ നല്ല മോശം പോർട്ട്ഫോളിയോ എന്ന് കരുതുന്ന വിഷയങ്ങളിൽ നമ്മൾ നല്ല ആൾക്കാരെ റോൾ കൊടുത്ത് അവരേറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ, നമ്മൾ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഒരിക്കലും ഇതുമായിട്ട് ചേരുന്ന ഒരു കാര്യമല്ല. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നതിൻ്റെ വില നമ്മൾ അറിഞ്ഞത് TN ശേഷൻ ആ പോസ്റ്റിലിരുന്നപ്പോഴാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തും TN ശേഷനെ പോലൊരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിച്ച് പോയി. അപ്പോൾ ഒരു കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ അതിനകത്ത് വ്യത്യാസം വരുത്താൻ ആർക്ക് വേണമെങ്കിൽ കഴിയുമെന്നത്. പക്ഷേ ഇവിടുത്തെ കുഴപ്പം സുരേഷ് ഗോപിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡെസ്പറേഷൻ സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതൊരു ഫാക്റ്റാണ്, അതിനകത്ത് എതിർത്തിട്ട് കാര്യമില്ല. സുരേഷ് ഗോപി എന്താണ് പ്രതീക്ഷിച്ചത്, സുരേഷ് ഗോപിക്ക് എന്താണ് കിട്ടിയത്? താങ്കളുടെ നിഷാദ് റാവുത്തറിൻ്റെ സെൻറ്റൻസ് എടുക്കാം. താങ്കൾ പറയുന്നത് എന്താണ്? സുരേഷ് ഗോപിയെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത്, ഞാൻ ചോദിച്ചത് ഞാൻ കിട്ടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ചോദ്യത്തിൻ്റെ അതിൻ്റെ ഇംപ്ലൈഡ് മീനിങ് എന്താണ്? അദ്ദേഹം ഒരു കാര്യം ചോദിച്ചു, പ്രധാനമന്ത്രിയോട് ഒരു കാര്യം ചോദിച്ചു, അത് അദ്ദേഹത്തിന് കിട്ടിയില്ല. ഇതാണല്ലോ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് സിനിമയുണ്ട്, എനിക്കത് ഒഴിവാക്കി തരണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുന്ന രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല. രണ്ടും കൂടെ ഒരിക്കലും എനിക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് എനിക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്,
അതുകൊണ്ട് എന്നെ ഒഴിവാക്കി തരണം എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് അദ്ദേഹം പറയുന്നു. കൂടാതെ അതിന് കൂട്ടത്തിൽ പറയുന്ന സെൻറ്റൻസാണ് എനിക്ക് കിട്ടാനുള്ളത് ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും, അതിനുള്ള സാധ്യത ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ കിട്ടാനുള്ളത് ചോദിച്ചു, കിട്ടിയില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൽ നിന്ന് ആദ്യമായി BJP ഒരു സീറ്റ് കിട്ടുന്നു. ആ BJP സീറ്റ് കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഒരു വൃന്ദം ഉണ്ടാവുമല്ലോ. ആ സർക്കിളിനകത്ത് ഉറപ്പായിട്ടും വന്നിരിക്കുന്ന കോൺവെർസേഷൻ ഹി വിൽ ഗെറ്റ് ക്യാബിനറ്റ് റാങ്ക് എന്നാണ്. അദ്ദേഹം ക്യാബിനറ്റ് റാങ്ക് കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. അതാണ് എൻ്റെ അസംഷനാണ് കേട്ടോ, ഞാനത് ആരോപണം ഉന്നയിക്കുകയൊന്നുമല്ല, എൻ്റെ അസംഷനാണ്. ആ അദ്ദേഹത്തിൻ്റെ സെൻറ്റൻസുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കോൺവെർസേഷൻ്റെ ഇംപ്ലൈഡ് മീനിങ് എടുത്തിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചത് ഹി വിൽ ഗെറ്റ് ക്യാബിനറ്റ് റാങ്ക്. അൺഫോർച്ചുനേറ്റ്ലി ഹി ഡിഡ് നോട്ട് ഗെറ്റ് ഇറ്റ്. അപ്പോൾ അങ്ങനെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പം ഒരു പ്രശ്നം ഉണ്ടായി. കാര്യം ആദ്യമായി BJP വേണ്ടി ഒരു സീറ്റ് നേടിക്കൊടുത്ത ഒരാൾക്ക് ക്യാബിനറ്റ് റാങ്ക് കിട്ടണ്ടേ എന്നുള്ള ഒരു അസംഷനോ അല്ലെങ്കിൽ പ്രിസംഷനോ ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നു. അത് സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുരേഷ് ഗോപിയുടെ ആ പ്രിസംഷൻ തെറ്റാണ്, അല്ലെങ്കിൽ അസംഷൻ തെറ്റാണ്. കാരണം ഒരു ക്യാബിനറ്റ് പോർട്ട്ഫോളിയോ ഒന്നും കൈകാര്യം ചെയ്യാനുള്ള ആൾ സുരേഷ് ഗോപി ആയിട്ടില്ല. അതിപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ 5 ലക്ഷം വോട്ടിന് ജയിച്ചാലും സുരേഷ് ഗോപി അതിനുള്ള ആളായിട്ടില്ല. ഇതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അവിടെ പ്രൈം മിനിസ്റ്റർ ചെയ്തത് ഒരു തെറ്റായിട്ട് ഞാൻ കരുതുന്നില്ല. നിങ്ങൾക്കറിയാം, പ്രൈം മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട് പ്രൈം മിനിസ്റ്റർ അപ്ഹോൾഡ് ചെയ്യുന്ന രാഷ്ട്രീയത്തിന് പൂർണ്ണമായി എതിരായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ ദിവസവും സംസാരിക്കാൻ അവസരം കിട്ടുകയാണെങ്കിലും അദ്ദേഹത്തിന് അനുകൂലമായിട്ടൊരു രാഷ്ട്രീയ അഭിപ്രായം ഞാൻ പറയില്ല. പക്ഷേ ഈ പറയുന്ന ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ, ആ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ ഈ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ക്യാബിനറ്റ് റാങ്ക് കൊടുത്താൽ എന്തായിരിക്കും നാട്ടിലെ സ്ഥിതി? അദ്ദേഹം ഇപ്പോൾ സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഒരല്പം കൂടെ മെച്യൂർഡ് ആയിട്ട് പെരുമാറേണ്ടതായിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന സൊസൈറ്റിയിൽ സംഭവിക്കുന്നത്, സൊസൈറ്റിയിൽ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നു, ആൾക്കാർ ജയിപ്പിക്കുന്നു, ആ പാർട്ടി അവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞു പോയ കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി ആയിട്ടില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. കാര്യം അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുന്നു, ഞാൻ പറയും, ഞാൻ ചെയ്യും എന്ന് പറയുന്ന ഈ കമ്മീഷണറുടെ ടോണിൽ അല്ലെങ്കിൽ ഏകലവ്യൻ്റെ ടോണിലാണ് അദ്ദേഹം പറയുന്നത്. ഒരു ദിവസം പറയുന്നു 10 പോർട്ട്ഫോളിയോയിൽ ഏത് സമയത്തും എൻഗേജ് ചെയ്യത്തക്ക രീതിയിൽ എനിക്കൊരു പൊസിഷൻ വേണം. അങ്ങനെയുള്ള പൊസിഷൻ എനിക്കറിയാവുന്നത് പ്രധാനമന്ത്രി എന്നുള്ള പൊസിഷൻ മാത്രമാണ്. ആ പൊസിഷൻ അല്ലെങ്കിൽ ഒരു MP എന്ന് പറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിന് പോകാം, ഇൻട്രാക്ട് ചെയ്യാം, എന്തെങ്കിലും ചെയ്തു തരാമോ എന്ന് ചോദിക്കാം, അതിൽ കാര്യക്ഷമമായ ഇടപെടലൊക്കെ നടത്താം. അതിപ്പോൾ എല്ലാ MP-ക്കും കിട്ടും. അധികാരം കിട്ടിയാൽ എനിക്ക് തരണം എന്ന് പറയുമ്പോൾ, ഒരു എക്സാമ്പിൾ, ആന്റണി ജയിക്കുന്നു, അല്ലെങ്കിൽ അടൂർ പ്രകാശ് ജയിക്കുന്നു, ശശി തരൂർ ജയിക്കുന്നു. ഒറ്റ സെക്കൻഡ് അതെ. അപ്പൊ എന്റെ ചൊൽപ്പടിക്ക് നിൽക്കാനായിട്ട് ഒരു 10 പോർട്ട്ഫോളിയോയിൽ എനിക്ക് ഈസിലി എൻഗേജ് ചെയ്യാനും അതിനകത്ത് ഇന്റർവ്യൂ ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കാനും എനിക്ക് പ്രത്യേകമായ ഒരു അധികാരം വേണമെന്ന് പറയുമ്പോൾ എൻ്റെ അറിവിൽ ഇന്ന് 20 പോർട്ട്ഫോളിയോയിൽ അദ്ദേഹം പറയുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ഒരാളുള്ളത് അത് പ്രധാനമന്ത്രിയാണ്. അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോഴും. അപ്പം അദ്ദേഹം വിചാരിച്ചിരിക്കുന്ന ഈ പഴയ ജനാധിപത്യ സിനിമയ്ക്കകത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിയുമ്പോഴത്തേന് കുറേ പോലീസുകാരെ വിളിച്ചിരുത്തിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും കാര്യത്തിൽ പുള്ളി ഇടപെടുന്നു, വിളിച്ചു വരുത്തുന്നു, എന്നിട്ട് പുള്ളി തന്നെ അന്വേഷണം നടത്തുന്നു. കാര്യം മറ്റേ കമ്മീഷണറിനകത്തെ പ്രേതം വിട്ടിട്ടില്ലാത്തത് കൊണ്ട് മറ്റേതിടത്തും എല്ലായിടത്തും ഉപയോഗിക്കുന്നു. ഇങ്ങനല്ല ഇന്ത്യൻ പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നത്. ദ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഇസ് വെരി വെരി കോംപ്ലിക്കേറ്റഡ്, വെരി കോംപ്ലിക്കേറ്റഡ്. അത് അദ്ദേഹം മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹം ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്, MOS കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർ പറയുകയാണ് അദ്ദേഹം ക്യാബിനറ്റ് കിട്ടിയേനെ, അത് കിട്ടിയേനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ മിസ്ലീഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പോഴത്തെ ഒരു പോയിന്റ് നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് വലുതായിട്ടില്ല എന്ന ഒരു പോയിന്റ് ചൂണ്ടിക്കാണിക്കുകയാണ് ലാൽകുമാർ. അതൊരു പോയിന്റാണ്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, സുരേഷ് ഗോപിയെ ഒന്നാമത് അദ്ദേഹത്തിന് സിനിമ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഫുൾ ടൈമർ ആവാൻ അദ്ദേഹത്തിന് മന്ത്രി എന്ന നിലയ്ക്ക് കഴിയില്ല. അപ്പോൾ ഒരു സഹമന്ത്രിയാണെങ്കിൽ എപ്പോഴും ഇടപെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് സഹമന്ത്രിമാരുടെ സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെ ഒരു രീതി അറിയാം. ക്യാബിനറ്റ് റാങ്ക് കൊടുത്താൽ സിനിമാഭിനയം അതുകൊണ്ട് ഒരുമിച്ച് നടക്കില്ല. അല്ല, അതുകൊണ്ട് മാത്രമായിരിക്കും. അതോ അതിനപ്പുറം ഞാൻ ചോദിക്കുന്ന വേറൊരു കാര്യം, കേരളത്തിൽ തൃശ്ശൂരിൽ നിന്ന് ഒരു പ്രത്യേക കാലാവസ്ഥയിൽ, താങ്കൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയിൽ പറഞ്ഞ പോലെ ഒരു പ്രത്യേക കാലാവസ്ഥയുടെ ആനുകൂല്യത്തിൽ വിജയിച്ചു വരുന്ന ഒരാൾ അദ്ദേഹത്തിന് വേണ്ടി മാത്രമായ ഒരു ക്യാബിനറ്റ് റാങ്ക് വെച്ച് നീട്ടുക എന്നതുകൊണ്ട് എന്തു ഗുണം ഇൻ ടോട്ടൽ ഉണ്ടാകുമെന്ന കാര്യം BJP ആലോചിച്ചിട്ടുണ്ടാകുമോ? അതുകൊണ്ടായിരിക്കുമോ അദ്ദേഹം അതിന് പരിഗണിക്കപ്പെടാതിരിക്കുന്നത്? അല്ലാതെ ഇപ്പോൾ കേപ്പബിലിറ്റി ഒക്കെ നോക്കിയിട്ട് ആളുകൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്ന പാർട്ടിയാണോ BJP എന്ന് ചോദിച്ചാൽ അതിനകത്ത് പല തർക്കങ്ങൾക്കും സാധ്യത ഉണ്ടാവും. ഇവിടെ ഒരു തൃശ്ശൂരിന് വേണ്ടി മാത്രം ഒരു ക്യാബിനറ്റ് റാങ്ക് വേണോ എന്ന് BJP ആലോചിച്ച് കാണുമോ എന്ന് ചോദിക്കാൻ? അത് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ക്യാബിനറ്റ് റാങ്ക് അദ്ദേഹത്തിന് കൊടുത്താൽ
എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം ആണ്. അദ്ദേഹത്തെ അടുത്ത തവണ, അതായത് 2 വർഷം കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കാം വേണമെങ്കിൽ BJPക്ക്. ഞാൻ BJPയുടെ ഒരു ഓപ്ഷൻ ആയിട്ട് പറയുകയാണ്. ഇപ്പം നിഷാദ് അങ്ങനെ ചോദിച്ചതുകൊണ്ട്. ഇവിടെ 11 നിയമസഭയിൽ BJP ഒന്നാമത് വന്നിട്ടുണ്ട്. 6 തൃശ്ശൂരും പിന്നെ 5 തിരുവനന്തപുരത്തും ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ, അതായത് ആറ്റിങ്കലിലും തിരുവനന്തപുരവും കൂടെ കൂടി. പിന്നെ 9 മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തും വേറെ 5 മണ്ഡലത്തിൽ 1000 വോട്ടിൽ താഴെ 3ാം സ്ഥാനത്തും വേറെ 5 മണ്ഡലത്തിൽ 5000 വോട്ടിൽ താഴെ 3ാം സ്ഥാനത്തും വന്നിട്ടുണ്ട്. അതായത് ഒരു 30 മണ്ഡലത്തിൽ BJP ഇപ്പോൾ ഒരു പ്ലെയറായി മാറിക്കഴിഞ്ഞു. അതിൻ്റെ അകത്തൊരു 5 മണ്ഡലങ്ങൾ വേണമെങ്കിൽ മാറ്റി നിർത്തിയാലും ഒരു 25 സീറ്റിൽ BJP ഒരു പ്ലെയറായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ BJPയുടെ ഒരു കാര്യമെടുത്താൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. സുരേഷ് ഗോപിയുടെ കാര്യത്തിലേക്ക് വന്നാൽ, സുരേഷ് ഗോപി നമുക്കറിയാം കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് തൃശ്ശൂർ അദ്ദേഹം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം കുറച്ചുകൂടി കൂടുതൽ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. കാരണം 2019 തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ 19 ലോക്സഭയിൽ തന്നെ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം 2ാമത് വന്നിരുന്നു. പക്ഷേ അടുത്ത 2 വർഷം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ വലിയ ചാരിറ്റി പ്രവർത്തനങ്ങളും, അന്ന് അദ്ദേഹം MP ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യസഭ MP കാലാവധി 2016 മുതൽ 22 വരെയായിരുന്നു. ശക്തൻ തമ്പുരാൻ മാർക്കറ്റിന് 1 കോടി രൂപ അനുവദിക്കുന്ന MP ലാഡ്സ് ഫണ്ടിൽ നിന്ന് അദ്ദേഹം ഒരു ആവിനിശ്ശേരി പഞ്ചായത്ത് ദത്തെടുക്കുന്നു. അദ്ദേഹം പലതരത്തിലുള്ള പണം പോക്കറ്റിൽ നിന്ന് ചിലവഴിക്കുന്നു, സ്വന്തം പണം. ഈ ഒല്ലൂർ മണ്ഡലത്തിലുള്ള ഒരു ട്രൈബൽ ഹാംലെറ്റിൽ പോയ ഒരു കഥ എനിക്കറിയാം. അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നു. അങ്ങനെയാണ് അദ്ദേഹം അവിടെ ജയിക്കുന്നത്. അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടാണ് ജയിക്കുന്നത്. അല്ലാതെ പ്രതാപനെ പോലെ 2 മനസ്സുമായിട്ടും അല്ലെങ്കിൽ മുരളീധരനെ പോലെ ഇലക്ഷന് കുറച്ച് ദിവസം മുൻപ് വന്നിറങ്ങുകയും ഒന്നുമല്ല അദ്ദേഹം ചെയ്തത്. അല്ലെങ്കിൽ സുനിൽകുമാറിനെ പോലെ തന്നെ അവസാന നിമിഷമാണ് അദ്ദേഹത്തിൻ്റെ പോലും പേര് പ്രഖ്യാപിച്ചത്, CPIക്കുള്ളിൽ തന്നെയുള്ള വിഭാഗീയത കാരണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇവിടെ കേരളത്തിൽ BJP ശ്രമിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ BJPക്ക് കിട്ടിയ വോട്ടുകളുടെ ഒരു കണക്കെടുപ്പ് ഞാൻ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഇപ്പോൾ ഇന്നലെ ഞായറാഴ്ച CSTS ലോക്നീതി പോളിൻ്റെ റിസൾട്ട് ഹിന്ദു പത്രത്തിൽ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് 45% നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് BJPക്ക് വോട്ട് കിട്ടി. അതായത് 100%-ൽ 45% നായർ കമ്മ്യൂണിറ്റി BJPക്കാണ് വോട്ട് ചെയ്തത്. അത് 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 43% അവർക്ക് അന്നേ കിട്ടിയിരുന്നു. അപ്പോൾ 2% കൂടിയിട്ടുള്ളൂ. പക്ഷേ ഈഴവ കമ്മ്യൂണിറ്റിയുടെ കാര്യമെടുത്താൽ, ഈഴവ കമ്മ്യൂണിറ്റി 2021 31% LDFന് വോട്ട് ചെയ്തപ്പോൾ അത് ഇത്തവണ 42%-ലേക്ക് എത്തിയെന്നാണ്. 21% 2021 വോട്ട് ചെയ്തപ്പോൾ 31%-ലേക്ക് എത്തിയെന്നാണ് ഈ ലോക്നീതി CSTS പോൾ പറയുന്നത്. അതായത് കേരളത്തിലെ ഹിന്ദുക്കളുടെ 1/3 കൂടുതൽ വോട്ടുകൾ ഇപ്പോൾ തന്നെ BJPയുടെ കയ്യിലെത്തിയിട്ടുണ്ട്. പക്ഷേ ക്രിസ്ത്യൻ വോട്ടുകളുടെ കാര്യം കണക്കെടുപ്പിലേക്ക് വരുമ്പോൾ 2021 അത് 2%-ആയിരുന്നത് 2024 ലോക്സഭയിലേക്ക് വരുമ്പോൾ 5%-ആയിട്ട് മാത്രമേ കൂടുന്നുള്ളൂ. 3%-മേ വർദ്ധിക്കുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം കൺസോൾട്ടേഷൻ, ക്രിസ്ത്യൻ മുസ്ലിം കൺസോൾട്ടേഷൻ UDFന് അനുകൂലമായിട്ട് മറ്റ് മണ്ഡലങ്ങളിൽ പത്തനംതിട്ടയിൽ ഉൾപ്പെടെ നടന്നപ്പോഴും തൃശ്ശൂർ മാത്രമാണ് BJPക്ക് ക്രിസ്ത്യൻ വോട്ട് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് BJP ഇന്ന് ജോർജ് കുര്യനെ ഉൾപ്പെടെ ഇന്നലെ മന്ത്രിസഭയിൽ എടുത്തല്ലോ. ജോർജ് കുര്യനെ എടുത്തത് എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി പ്രതീക്ഷിച്ച് കാണില്ല. പക്ഷേ സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ടത്, ഇവിടെ 2 നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന 2 പേരെ, രാജീവ് ചന്ദ്രശേഖരൻ തോറ്റു നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തെ വീണ്ടും എടുക്കുമെന്നാണോ അദ്ദേഹം കരുതിയത് എന്ന് എനിക്കറിയില്ല. എന്തായാലും 2 നായർ കാൻഡിഡേറ്റ്സിന് എന്തായാലും BJP എടുക്കില്ലല്ലോ. ഇനിയിപ്പോൾ 3ാമതൊരാളെ എടുക്കുകയാണെങ്കിൽ തന്നെ അതൊരു ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു നേതാവാകാനാണ് സാധ്യത. അപ്പോൾ സുരേഷ് ഗോപി വിചാരിക്കുന്നത് അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ബാലിയേറ മലയായിട്ടുള്ള കേരളത്തിൽ താമര വിരിയിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ ഉൾപ്പെടെ, ഒല്ലൂരും തൃശ്ശൂരും ഇരിങ്ങാലക്കുടയിലും ഒക്കെ ഉൾപ്പെടെ ക്രിസ്ത്യൻ വോട്ടുകൾ ഉൾപ്പെടെയാണ് അദ്ദേഹം പിടിച്ച് ജയിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു പരവതാനി വിരിച്ച്, ചുവപ്പ് പരവതാനി വിരിച്ച് അദ്ദേഹത്തെ ഒരു ക്യാബിനറ്റ് മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തെ എടുക്കുമെന്നായിരിക്കും അദ്ദേഹം കരുതിയത്. അങ്ങനെയായിരുന്നു തൃശ്ശൂർ ഉണ്ടായിരുന്ന ഒരു ടോക്ക്. ജനറലായിട്ട് അവിടുത്തെ കച്ചവടക്കാരും തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലൊക്കെ ആൾക്കാർ അങ്ങനെ തന്നെയാണ് ഞാനൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത്. ഇവിടെ വലിയ വികസനം കൊണ്ടുവരുന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ സുരേഷ് ഗോപി ന്യായമായി അങ്ങനെ കരുതി കാണും. പിന്നെ അദ്ദേഹം ആദ്യം ദില്ലിയിൽ ചെന്നപ്പോൾ അദ്ദേഹം ഇപ്പോൾ മന്ത്രി പദവി വേണ്ട, 2 വർഷം
ത്തേക്ക് അദ്ദേഹത്തിന് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, 5 സിനിമ ചെയ്യാനുണ്ട്. അപ്പോൾ 2 വർഷം കഴിഞ്ഞ് ക്യാബിനറ്റിലേക്ക് വരാമെന്ന രീതിയിൽ എന്തോ പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വീണ്ടും അദ്ദേഹം തിരിച്ചു പോയതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിന് കോൾ വരുന്നു, അദ്ദേഹത്തെ വിളിപ്പിക്കുന്നു. അപ്പോൾ ഈ ഗോഡ് ഫാദർ സിനിമയിൽ ഉള്ള പ്രശസ്തമായ ഡയലോഗില്ലേ, എന്താണ്, മേക്ക് എൻ ഓഫർ ഹി കാൺ റെഫ്യൂസ് എന്ന് പറയുന്ന മാർലൻ ബ്രാൻഡോയുടെ ഡയലോഗ് പോലെ സുരേഷ് ഗോപിക്ക് നിരസിക്കാൻ പറ്റാത്ത എന്തോ ഒരു ഓഫറാണെന്ന് വിചാരിച്ചായിരിക്കാം അദ്ദേഹം ദില്ലിയിൽ പറന്നെത്തിയത്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയതാണെങ്കിൽ ഒരു സഹമന്ത്രി സ്ഥാനമാണ്. ഇപ്പോൾ BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുത്താൽ അത് അദ്ദേഹത്തിന് ഈ 5 സിനിമകൾ ചെയ്യാനുള്ളപ്പോൾ 2 വർഷത്തിൽ ചെയ്യാനുള്ളപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുക്കാൻ BJPക്ക് നിർവാഹമില്ല, കേന്ദ്ര നേതൃത്വത്തിന് നിർവാഹമില്ല. അദ്ദേഹത്തിന് ഒരു സ്വതന്ത്ര ചുമതല കൊടുക്കാൻ പോലും അങ്ങനെയാണെങ്കിൽ പറ്റില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഒത്തിരി ചുമതലകൾ, ഒത്തിരി സമയം ചെലവഴിക്കേണ്ടി വരും, ദില്ലിയിൽ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ സിനിമകളുടെ കാര്യമൊക്കെ എന്താവും. അപ്പോൾ അവർ മിക്കവാറും ഇദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം കൊടുത്തത് അതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ ഇദ്ദേഹം പ്രതീക്ഷിച്ചത്, സുരേഷ് ഗോപി പ്രതീക്ഷിച്ചത് അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് കിട്ടും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രി പദവി തന്നെ വേണ്ട എന്നായിരിക്കും അദ്ദേഹം കരുതിയിട്ടുണ്ടാകുക. പിന്നെ ചില കൺഫ്യൂഷനൊക്കെ ഇതിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് കണ്ട വിവരം മാത്രമേ എനിക്കുള്ളൂ. ഇന്നലെ രാത്രി അദ്ദേഹം പറഞ്ഞതിനെ എല്ലാ മാധ്യമങ്ങളും അദ്ദേഹം ഈ ക്യാബിനറ്റ് ഈ മന്ത്രി പദവിയിൽ അദ്ദേഹം അസംതൃപ്തനാണ് എന്നാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇന്നായപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റി, ആരൊക്കെയോ മനസ്സ് മാറ്റി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുകയോ അല്ലെങ്കിൽ അതൊരു നല്ല കീഴ്വഴക്കമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നുകയോ മറ്റോ ചെയ്തിരിക്കാം. എന്തായാലും ഇന്നിപ്പോൾ അദ്ദേഹം വേറൊരു തരത്തിലാണ്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വന്ന സാഹചര്യത്തിൽ ഇന്നിപ്പോൾ അദ്ദേഹം വേറെ തരത്തിലാണ് പ്രതികരിക്കുന്നത്. ശരി, അദ്ദേഹം വളരെ വേഗത്തിൽ തിരുത്താൻ തയ്യാറായിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കൾ അദ്ദേഹവുമായിട്ട് ദീർഘനേരം സംസാരിക്കുകയും അതിനുശേഷം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്ത് വരികയും ചെയ്യുകയായിരുന്നു. പ്രിൻറ്റു, സത്യത്തിൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപി ഉണ്ടാക്കിയ നേട്ടം എന്നത് നിങ്ങളെ സംബന്ധിച്ച് ചരിത്രപരമായ നേട്ടമാണ്. BJPയുടെ താമര ചിഹ്നത്തിൽ ഒരാൾ നരേന്ദ്രമോദിക്കൊപ്പം നിന്ന് ഫോട്ടോ അച്ചടിച്ച് വിജയിക്കുന്നു കേരളത്തിൽ, ചെറിയ കാര്യമല്ല. അങ്ങനെ ഒരാളെ കൈകാര്യം ചെയ്യുന്നതും അപ്രതീക്ഷിതമായി ജോർജ് കുര്യനെ പോലെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് ജയിക്കാത്ത ഒരാളെയും എടുത്ത് ഒപ്പം മന്ത്രിയാക്കുന്നു. രണ്ടുപേരെയും ഒരുപോലെ പരിഗണിക്കുന്നു. നിരാശ സുരേഷ് ഗോപിയെ പിടികൂടിയിട്ടുണ്ടാകുമോ? സുരേഷ് ഗോപിയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള വകുപ്പ് ആർക്കുണ്ട്? ജോർജ് കുര്യനുണ്ട്. ഈ പെട്രോളിയം ആൻഡ് മറ്റ് വകുപ്പിനകത്ത് സുരേഷ് ഗോപിയെ പോലെ സഹമന്ത്രിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടാവില്ല. ആകെയുള്ള ടൂറിസമാണ്. സാംസ്കാരികം പോലും അദ്ദേഹത്തിന് തൃശ്ശൂർ പൂരം നടത്താൻ, തൃശ്ശൂർ പൂരത്തിൻ്റെ സ്ക്രിപ്റ്റ് അദ്ദേഹം തിരുത്താനിരിക്കുകയായിരുന്നു, അത് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ ഈ എന്താ പറയുക, ജോർജ് കുര്യനാണെങ്കിൽ ഫിഷറീസ് ഉണ്ട്, കോസ്റ്റൽ ബെൽറ്റിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാം, അദ്ദേഹത്തിന് ന്യൂനപക്ഷ ക്ഷേമകാര്യമുണ്ട്, അത് മൊത്തത്തിലെടുക്കാം. പിന്നെ ഈ അനിമൽ ഹസ്ബൻഡറി ഉണ്ട്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു നിരാശയുടെ കാര്യമുണ്ട് അല്ലേ? അല്ല, നമ്മളതിനെ അങ്ങനെ കാണേണ്ടതില്ല. സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഞാൻ പറയുന്നു ഏറ്റവും കൂടുതൽ പങ്കുള്ള ഒരു വ്യക്തിത്വം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഷാദ് റൌത്തറ, മീഡിയ ബോണ്ടുമാണ്. അത് വ്യക്തിപരമായിട്ട് ഞാനൊരു നന്ദി കൂടി ഈ സമയത്തിൽ ഞാനത് പറയുകയാണ്. കാരണം മറ്റൊന്നുമില്ല, ഒരിക്കൽ നമ്മൾ ഈ ചാനൽ ചർച്ച സുരേഷ് ഗോപി വന്ന ഉടനെ തന്നെ അങ്ങ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സുരേഷ് ഗോപി ജയിക്കുമോ അതോ നിയമം മോഡൽ BJP തോൽക്കുമെന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അന്ന് ഞാനതിന് കൃത്യമായിട്ട് ഞാനൊരു കണക്ക് പറഞ്ഞു. ആ കണക്കിനകത്ത് ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 2.5 ലക്ഷം വോട്ട് അടിസ്ഥാന ബേസുള്ള പ്രസ്ഥാനമാണ് തൃശ്ശൂരിൽ BJP. നിങ്ങളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ഇമേജിനകത്ത് വോട്ട് കിട്ടിയിട്ടുണ്ട്, ഒരു സംശയം വേണ്ട. BJPയുടെ വിജയത്തിൽ സുരേഷ് ഗോപി ഫാക്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, തൃശ്ശൂരിലെ BJP പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് സുരേഷ് ഗോപി വിജയിക്കുന്നത്. അതിനകത്ത് പല ഘടകങ്ങളുണ്ട്. അപ്പോൾ സിനിമാ നടൻ എന്ന ഫാക്ടർ മാത്രമാണെങ്കിൽ അദ്ദേഹം 2019 അതോടൊപ്പം 2021 നിയമസഭയിലും ജയിക്കേണ്ടതല്ലേ? നോക്കൂ, എല്ലാ ഘടകങ്ങളും സുരേഷ് ഗോപി ഫാക്ടറും നരേന്ദ്രമോദി ഫാക്ടറും തൃശ്ശൂരിലെ BJP പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് സുരേഷ് ഗോപി വിജയിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ഒരു 10% നമ്മുടെ ആദരണീയ MT രമേശാണ് അത് പറഞ്ഞത്. ഈ 10% അദ്ദേഹം രാഷ്ട്രീയക്കാരനും 90% സിനിമാ നടനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു കീഴ്വഴക്കത്തോടു കൂടി സംസാരിക്കാനുള്ള ഒരു അഭ്യാസത്തിൽ അദ്ദേഹം സത്യസന്ധരായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മൾ തന്നെ പറയണം. അദ്ദേഹം പറയുന്ന വാക്കുകളെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും എടുത്ത് നമ്മൾ ഇഴകീറി പരിശോധിച്ച് സുരേഷ് ഗോപി എന്തു പറയുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ വ്യാഖ്യാനങ്ങൾ നടത്താറ്. അദ്ദേഹം വളരെ സത്യസന്ധനും നിഷ്കളയും ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെ വികസനത്തെ മാത്രം ചിന്തിച്ച് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് യാതൊരു തെറ്റുമില്ല. പിന്നെ ജോർജ് കുര്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, ഈ കേരളത്തിൽ BJP ഒന്നുമല്ലാത്ത സമയത്ത് 40 വർഷമായിട്ട് ഈ പ്രസ്ഥാനത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ ആകണമെന്ന് പോലും ആഗ്രഹിക്കാത്തൊരു മനുഷ്യനാണ്.
അത് കേരളത്തിലെ BJP പ്രവർത്തകരുടെ ആത്മാഭിമാനത്തിന്റെ നിമിഷമാണ് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായത്. കാരണം എന്താണ്? അദ്ദേഹം സമർപ്പണ ബുദ്ധിയോടുകൂടി ഏതൊക്കെ രീതിയിലുള്ള ആക്രമണങ്ങളും വെല്ലുവിളികളും ഒക്കെ നേരിട്ടാണ് അദ്ദേഹം 40 വർഷമായി BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് BJP പ്രവർത്തകർ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ജോർജ് കുര്യന് ഈ കൂടുതൽ വകുപ്പ് കിട്ടിയത് കൊണ്ട് സുരേഷ് ഗോപിക്ക് ഈർഷ്യയെന്നോ സുരേഷ് ഗോപിക്ക് കുറഞ്ഞ വകുപ്പുണ്ട് ജോർജ് കുര്യന് സന്തോഷമെന്നൊന്നും ആരും കണക്കാക്കേണ്ടതില്ല. കേരളത്തിലെ BJP പ്രവർത്തകർക്ക് മൊത്തത്തിൽ കിട്ടിയിട്ടുള്ള 2 നേട്ടങ്ങളാണ്. ഒന്ന് സുരേഷ് ഗോപിയുടെ വിജയം, മറ്റൊന്ന് ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ നട്ടെല്ലായി നിന്നുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് 40 വർഷമായി BJPയിൽ ഉറച്ചു നിന്ന് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. സത്യമാണത്. നമുക്കറിയാം, ഇപ്പോൾ മീഡിയ ചർച്ചകൾ അടക്കമായിക്കോട്ടെ, നമ്മളെയൊക്കെ അയക്കുന്നത് ജോർജ് കുര്യൻ എന്ന് പറഞ്ഞ ആ വ്യക്തിത്വമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിലെ BJP പ്രവർത്തകർ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. അത് സുരേഷ് ഗോപിയുടെ വിജയമായിക്കോട്ടെ, ജോർജ്. പിന്നെ അതിനിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഖ്യാനം നടത്താം. ഞങ്ങൾ നേരത്തെ ഈ അദ്ദേഹം പറഞ്ഞതുപോലെ, നമ്മുടെ നിരീക്ഷകൻ ആനന്ദ് കൊച്ചുകുട്ടിയിൽ പറഞ്ഞതുപോലെ, കേരളത്തിൽ ഒരു സംശയം വേണ്ട, 1 ലക്ഷം ക്രിസ്ത്യൻ വോട്ടുകൾ തൃശ്ശൂർ ജില്ലയിൽ BJP കിട്ടിയിട്ടുണ്ട്. ഒരു സംശയം വേണ്ട. അതിനുള്ള പല ഫാക്ടറുകളുണ്ട്. നിങ്ങൾ നോക്കൂ, ഇപ്പം നമ്മളെല്ലായ്പ്പോഴും പറയാറുണ്ട് ഈ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളെ ഒരുമിപ്പിക്കുന്നു. വൈരുദ്ധ്യങ്ങളെല്ലാം സുരേഷ് ഗോപിക്ക് എഗനിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വാർത്തകളെ, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ, ഇപ്പം അദ്ദേഹം ഈ പരിശുദ്ധ മാതാവിന് കൊടുത്ത ഒരു കിരീടത്തെ, അങ്ങനെയുള്ള പല കാരണം, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു എന്താ പറയുക മെയ്വഴക്കമില്ലാത്തതുകൊണ്ട് പലപ്പോഴും അദ്ദേഹം പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സ്വാഭാവികമാണ്. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ വൈരുദ്ധ്യങ്ങളെല്ലാം എതിർത്ത് അദ്ദേഹത്തിന് അനുകൂലമാകുന്ന ഫാക്ടറിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വലിയ രീതിയിൽ സുരേഷ് ഗോപി അവിടെ ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആശയക്കുഴപ്പമുണ്ടെന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്താം. കാരണം അങ്ങനെയായിരുന്നല്ലോ. ഇപ്പം നിങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞു മോഡി ഒരു ഘട്ടത്തിലും വരാൻ പോകുന്നില്ല, സുരേഷ് ഗോപി ഒരു തരത്തിലും ജയിക്കാൻ പോകുന്നില്ല, തൃശ്ശൂരിൽ താമര വിരിയാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഫാക്ടറുകളൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാം അനുകൂലമായിട്ട് വന്നു. അപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ പ്ലാറ്റ്ഫോമിനകത്ത് എങ്ങനെയാണ് കേരളത്തിലെ BJPയുടെ ചലനങ്ങൾ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും. പട്ടിപ്പട്ടിയായിട്ട് കേരളത്തിൽ മുന്നേറുന്ന പ്രസ്ഥാനം BJPയാണ്. അത് നിങ്ങൾ പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള BJPയുടെ വോട്ട് പാറ്റേൺ നിങ്ങൾ നോക്കുന്നതും അതുമാത്രമല്ല പിണറായി വിജയൻ്റെ ബൂത്തിൽ പോലും ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ലീഡിലേക്ക് വരാൻ പോകുന്ന പ്രസ്ഥാനമായിട്ട് BJP കേരളത്തിൽ മാറുന്നു. അപ്പോൾ ആ ഫാക്ട് ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ അനുഭവിക്കുന്ന ഞങ്ങളുടെ ഒരുപാട് പരിശ്രമമുണ്ട്, ബലിദാനികളുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രതിച്ഛായ ഘടകം പ്രവർത്തിച്ചു എന്ന് പ്രിന്റു പറയുകയാണ്. സുരേഷ് ഗോപി വികസനം കൊണ്ടുവരുന്നു. ഞാൻ തൃശ്ശൂർ പോയപ്പോൾ ഞാൻ കണ്ടു, തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്കാണ് വലിയ ഹോർഡിങ്ങുകൾ അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ വി മുരളീധരനെ പോലെ എവിടെയും ജയിക്കാത്ത ഒരാൾ ആയിട്ടുണ്ട് കേന്ദ്രമന്ത്രി. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആയിട്ടുണ്ട്, ഇനിയും ഇപ്പോൾ ഈ ജോർജ് കുര്യൻ ആയിട്ടുണ്ട്. അതുപോലെയാണോ തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാവം കണ്ട് വോട്ട് ചെയ്ത ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ടാവുക? കുറച്ചുകൂടി കൊള്ളാവുന്ന വകുപ്പുകളും കുറച്ചുകൂടി കൊള്ളാവുന്ന പോർട്ട്ഫോളിയോയും കൊള്ളാവുന്ന റാങ്കും അവിടെ നോൺ BJPക്കാരായിട്ടുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലേ? അപ്പം BJPക്കാർക്കൊക്കെ നിങ്ങളുടെ പലതരത്തിലുള്ള രാഷ്ട്രീയമായ മാനദണ്ഡങ്ങളൊക്കെ മനസ്സിലാവും. ആളുകൾക്ക് അദ്ദേഹത്തെ വേണ്ട നിലയ്ക്കല്ല പരിഗണിച്ചതെന്ന് തോന്നാൻ സാധ്യതയുണ്ടോ ചോദിക്കാൻ ഞാൻ പ്രിന്റുവിനോട്. അല്ല, അതിനകത്ത് അങ്ങനെ ഒരിക്കലുമില്ല. ഇപ്പം നമ്മൾ പറയും ഒരു പ്രത്യേകിച്ച് ഒരു 18 വലിയൊരു ജാംബോ ക്യാബിനറ്റ് ഒന്നുമല്ല. 18 കേന്ദ്രമന്ത്രിമാർ, അതായത് കേന്ദ്രമന്ത്രിമാർ എന്ന് പറയുന്ന മുഖ്യധാരയുള്ള 18 പേരുടെയും നിങ്ങൾ പരിണിതപ്രജ്ഞരായിട്ടുള്ള വിവിധ സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രിമാരും അനവധി പാരമ്പര്യമുള്ള ആളുകളാണ് 18 മന്ത്രിമാർ. സ്വാഭാവികമായിട്ട് പുതിയ ആളുകളുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിയെ പോലെ തന്നെ 38 MP-മാർ 38 സ്ഥലങ്ങളിൽ ആദ്യമായിട്ട് BJP ജയിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. തൃശ്ശൂർ പോലെ തന്നെ ഇന്ത്യയിലെ 38 പ്രദേശങ്ങളിൽ ഒരിക്കൽ പോലും BJP ജയിക്കാത്ത സ്ഥലങ്ങളിൽ 38 MP-മാരെ സൃഷ്ടിച്ചിട്ട് BJP. അപ്പോൾ അങ്ങനെയാത്ത ഒരു സാഹചര്യത്തിൽ ഈ 38 പേരെയും നമുക്ക് കേന്ദ്രമന്ത്രിയാക്കാൻ സാധിക്കില്ലല്ലോ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചില കീഴ്വഴക്കങ്ങളുണ്ടല്ലോ. ജയിക്കാത്ത ആളുകളെ പ്രത്യേകമായി പിക്ക് ചെയ്ത് ക്യാബിനറ്റ് റാങ്കും കൊടുത്തിട്ടുണ്ട്. അല്ല ഞാൻ പറയാം, ഓരോ സാഹചര്യത്തിനനുസരിച്ചാണല്ലോ സാർ. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് സാർ ടൂറിസമാണ്. അല്ലാതെ ഇവിടെ ആഭ്യന്തര വകുപ്പ് കിട്ടിയോണ്ട് കേരളത്തിൽ പ്രതിരോധ വകുപ്പ് കിട്ടിയോണ്ട് കേരളത്തിൽ കാര്യമുണ്ടോ സാർ? ഇപ്പോൾ ആഭ്യന്തരമന്ത്രിമോ പ്രതിരോധ വകുപ്പ് മന്ത്രിമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വകുപ്പ് കിട്ടിയ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല. ആഭ്യന്തര സഹമന്ത്രിയായിട്ട് ഇപ്പം ഞാൻ 9ഓളം വകുപ്പുകളുടെ മുഴുവൻ മന്ത്രിമാർ കഴിഞ്ഞ 2ാം UPS സർക്കാരിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്? അതേസമയം ടൂറിസത്തിന്റെ സാധ്യത അല്ല സാർ, ഞാൻ പറയട്ടെ, അങ്ങനെയല്ലല്ലോ സാർ. ഞാൻ പറഞ്ഞു അദ്ദേഹം ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിയാണ്. അങ്ങനെ ഒരു സംസ്ഥാനത്തിന്റെ മാത്രം വികസനം ഒരു മന്ത്രി വായിച്ചു നോക്കുമ്പോൾ ടൂറിസം, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് രണ്ടാമത് ടൂറിസം വകുപ്പാണ്. അപ്പോൾ പെട്രോളിയം കൊണ്ട് എന്താണ് കാര്യം എനിക്ക് മനസ്സിലായില്ല. തൃശ്ശൂരിൽ മാത്രമായിട്ട് ഇപ്പോൾ പണ്ട് സുരേന്ദ്രൻ പറഞ്ഞ പോലെ പെട്രോളിന് 50 രൂപ ആവാൻ പോകുന്നുണ്ടോ എന്തോ?
അല്ല, നിങ്ങൾ അങ്ങനെയൊക്കെ ആക്കിയാലും ശ്രമിച്ചോളൂ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ക്യാബിനറ്റ് എന്ന് പറയുന്ന സമയത്ത് മുഴുവൻ രാജ്യത്തിൻ്റെ വികസനത്തിനനുസൃതമായിട്ട് പ്രവർത്തിക്കാനുള്ള മന്ത്രിമാരെയാണ് സൃഷ്ടിക്കേണ്ടത്. ഇപ്പോൾ തൃശ്ശൂരിലെ 5 കാര്യങ്ങളെയാണ്, അതുകൊണ്ട് 5 തരത്തിലുള്ള 5 വകുപ്പുകൾ സുരേഷ് ഗോപി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമാവണം സാർ. അതല്ലല്ലോ, ടൂറിസമാണ്. സുരേഷ് ഗോപി കൊടുത്ത ടൂറിസമാണ്. അതിന്റെ സാധ്യത നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊണ്ടുവരും എന്നത് ഒരു ശരിയായ അവകാശവാദമാണ്. അല്ല, ലാൽകുമാർ നോക്കൂ, ഇവിടെ നേരത്തെ ആനന്ദ് പറഞ്ഞ പോലെ സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുക്കാമായിരുന്നു. കൊടുത്താൽ സുരേഷ് ആദ്യമായി നിങ്ങൾ വിജയിപ്പിച്ച് തന്ന ആൾക്ക് ഞങ്ങൾ ഏറ്റവും വലിയ പദവി കൊടുത്തിരിക്കുന്നു, പിന്നെ തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പദ്ധതികൾ കൊണ്ടുവരിക, അങ്ങനെ തൃശ്ശൂരിൽ ജയിച്ച MP-യെയും ഒരു മോഡലാക്കി പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് BJPക്ക് കൂടുതൽ പടർച്ചയുടെ സാധ്യതകൾ തേടാമായിരുന്നു. ഒരുപക്ഷെ 2 വർഷം കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തെ അവതരിപ്പിക്കാമായിരുന്നു. അത്തരം സാധ്യതകളൊക്കെ ഉണ്ടായിട്ടും അതിൻ്റെ ആവശ്യമില്ല എന്ന് തീരുമാനിക്കുന്നു. വകുപ്പ് വിഭജനത്തിൽ പോലും ആ നിലക്കുള്ള ഊന്നൽ കൊടുക്കാതിരിക്കാൻ BJPയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്തായിരിക്കും? തൃശ്ശൂരിനപ്പുറത്തേക്ക് വളർച്ചാ സാധ്യതയില്ലാത്ത ഒരു ലോക്കൽ ഫിനോമിനനാണ് എന്ന് BJP കണക്ക് കൂട്ടുന്നതുകൊണ്ടായിരിക്കുമോ? ഞാൻ ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ലുക്ക്, ഇതിനകത്തെ പ്രശ്നം അവരുടെ ഒരു ഡൊമസ്റ്റിക് പ്രോബ്ലമാണ്. ഐ ആം ദ ലാസ്റ്റ് പേഴ്സൺ ടു മേക്ക് എ കമൻറ്റ് ഓൺ ഇറ്റ്. പക്ഷേ നമ്മൾ ഇതിനകത്തെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപി ഒരു സംസ്ഥാന ലെവൽ നേതാവായിട്ടില്ല എന്നുള്ളതാണ്. അതാണ് കാര്യം. ഇപ്പം സുരേഷ് ഗോപി തൃശ്ശൂർ വരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ വളരെ കൃത്യമായി ചൂസ് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷം അവിടെ പ്രവർത്തിക്കുന്നു, അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നു. അതിൻ്റെ റിസൾട്ടിന് കണക്ട് ചെയ്ത് വരേണ്ട ഒരു വിഷയം നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്ന ഒരു കമ്മ്യൂണൽ പോളറൈസേഷനാണ്. നമ്മളതില്ല എന്ന് പറഞ്ഞാൽ ഒക്കില്ല. കാര്യം കമ്മ്യൂണൽ ഞാനും നിഷാദും തമ്മിൽ എത്ര ചർച്ചകൾ ഇരുന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഈ പറയുന്ന രീതിയിലേക്ക് അവരുടെ മനസ്സിൽ ആശങ്ക ജനിപ്പിക്കത്തക്ക രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ കോരിയിടുകയും അത് ചെയ്തത് ഒരുപാട് ക്രിസ്ത്യൻ ആൾക്കാർ തന്നെ ഈ ഡിബേറ്റുകളിൽ വന്നിരുന്ന് സംസാരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പം ഞങ്ങൾ ക്രിസംഗി, അതൊരു ഡെറഗേറ്ററി ആയിട്ട് ഉപയോഗിക്കുന്നതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പം ക്രിസംഗി എന്നുള്ളൊരു വാക്ക് വരുന്നു. അങ്ങനെ പറഞ്ഞാൽ എന്താണ് കുഴപ്പം, ഞങ്ങൾ ക്രിസംഗിയാണ് എന്ന് പറഞ്ഞ് മുസ്ലിംസിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഇതൊരു ആൻറ്റി മുസ്ലിം സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു വലിയ ശ്രമം നമ്മുടെ നാട്ടിൽ നടക്കുന്നു. അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഒരു പ്രോഡക്റ്റാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതല്ലാതെ ഇതെല്ലാം കൂടി ഒരു ദിവസം കൊണ്ട് നടന്ന ഒരു കാര്യമല്ല. അങ്ങനെ ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അവിടെ ചെല്ലുന്നു, ഈ മനുഷ്യനെ കണ്ടപ്പോൾ എല്ലാവരും കൂടെ വോട്ട് ചെയ്തതാണെന്ന് ധരിക്കുന്നവരുണ്ട്, അങ്ങനെ വോട്ട് ചെയ്തിട്ടുള്ളവരുണ്ട്. കാര്യം ഈ മനുഷ്യൻ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാശ് മൊത്തം ജനങ്ങൾക്ക് കൊടുക്കുന്നതാണെന്ന് വിചാരിച്ചിട്ടുള്ള ആൾക്കാർ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ട്. എന്തൊരു പാവ മനുഷ്യനാണ് അദ്ദേഹം, അയാൾ ജയിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതാണ് യാഥാർത്ഥ്യം. ദാറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് വിശ്വസിക്കാനുള്ള ഒരു മണ്ടത്തരം എനിക്കില്ല. കാര്യം അദ്ദേഹം പ്രതിദാനം ചെയ്യുന്നത് താമര എന്ന് പറയുന്ന അടയാളത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ്. കേരളത്തിൽ അടുത്ത ജന്മം എനിക്കുണ്ടെങ്കിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പറഞ്ഞ ആളാണ്. ഇതൊക്കെ അദ്ദേഹം വളരെ നിഷ്കളങ്കമായി പറഞ്ഞതാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ശബരിമലയിലെ തന്ത്രിയാവണമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്, തന്ത്രി കുടുംബത്തിൽ ജനിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ അദ്ദേഹത്തിൽ കാണിക്കുന്ന ഒരു ബ്രാഹ്മണിക്കൽ സുപ്പീരിയോറിറ്റി, ആ ഹെജിമണി തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അതിപ്പം സുരേഷ് ഗോപി, അതാ ഞാൻ പറഞ്ഞ, അടുത്ത ദിവസം അവിടുത്തെ തൃശ്ശൂരിലെ ജനത മൊത്തം പേരും തൃശ്ശൂരിലെ ജനത വോട്ട് ചെയ്യുന്ന അടുത്ത പ്രാവശ്യം സുരേഷ് ഗോപിക്കാന്നിരിക്കട്ടെ. എന്നാലും നമ്മൾ ഈ അഭിപ്രായം മാറ്റില്ല. ആ അഭിപ്രായം മാറ്റാൻ പറ്റില്ല. ബിക്കോസ് അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു പൊളിറ്റിക്കൽ ഹെജിമണിയാണ് എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അദ്ദേഹം ഒരു ബ്രാഹ്മണിക്കൽ സുപ്പീരിയോറിറ്റി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കീപ്പ് ചെയ്യുന്നു. അത് പലപ്പോഴും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ പുറത്തു വന്നിട്ടുണ്ട്, പല ഘട്ടങ്ങളിലും പുറത്തു വന്നിട്ടുണ്ട്. കമ്മ്യൂണലി പോളറൈസ് ചെയ്യുന്നതിൽ പറ്റിയിട്ടുണ്ട്. അത് സംസ്ഥാന വ്യാപകമായി ആ പോളറൈസേഷൻ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് നടന്നിട്ടുള്ള ഈ ലാൻഡ്സ്കേപ്പിൽ നടന്നിട്ടുള്ള ഡിബേറ്റ്സിന്റെ ഭാഗമാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡിവൈഡിംഗ് പോളിസിയെ, ഒരു വിഭജനാശയത്തെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന പ്രശ്നം അവിടെ ഉണ്ട്. അതുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള എല്ലാ വിമർശനങ്ങളും ഈ ജയത്തോടെ റദ്ദാക്കപ്പെട്ടു, വിമർശിച്ചവരെല്ലാവരും പരിഹാസ്യരായി എന്ന് പറയാൻ കഴിയില്ല. ചർച്ചയിലേക്ക് വീണ്ടും ആനന്ദ് കൊച്ചുകുടി നോക്കൂ, ഇവിടെ BJP എക്കാലത്തും സ്വപ്നം കാണുന്ന ഒന്ന് കേരളത്തിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ കൺസോളിഡേഷൻ ഉണ്ടാക്കി വിജയിക്കാമെന്നാണല്ലോ. ഇത്തവണ ആ ലക്ഷ്യത്തിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കിയിട്ടെന്ന വണ്ണം BJP ഇവിടെ ജോർജ് കുര്യനെ അപ്രതീക്ഷിതമായി എടുത്ത് മന്ത്രിയാക്കുന്നു. ഒപ്പം അത്തരം ചില പ്രീണന സമീപനങ്ങളിലേക്ക് പോകുന്നതൊക്കെ കാണുകയാണ്. സത്യത്തിൽ ക്രിസ്ത്യാനികൾ BJP രാഷ്ട്രീയത്തിനൊപ്പം കൂടി എന്നത് ഒരു ഫോൾസ് നാരേറ്റീവാണോ, ഒരു തെറ്റായ ധാരണയാണോ? അത് തൃശ്ശൂരിൽ മാത്രം ഉണ്ടായ ഒരു പ്രത്യേക പ്രതിഭാസമാണോ, അതോ നമുക്ക് BJPയെയും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്?
അവർ വികസനം കൊണ്ടുവരാൻ പോവുകയാണ്, നമ്മൾ അവരെ വിജയിപ്പിച്ചതനുസരിച്ച് അവർ നമ്മളെ റിവാർഡ് ചെയ്യാൻ പോകുകയാണ് എന്നൊരു ചിന്തയിലേക്ക് ക്രിസ്ത്യൻ മൈനോറിറ്റിയെ കൊണ്ടുവരുന്നതിൽ വിജയിച്ച ഒരു തെരഞ്ഞെടുപ്പാണോ ഇത്? ഒരിക്കലുമല്ല, അതൊരു തെറ്റായ റീഡിംഗ് ആണ്. ഞാൻ നേരത്തെ CSDS ലോക്നീതി സർവേയുടെ കാര്യം പറഞ്ഞല്ലോ. ഇന്നലത്തെ ഹിന്ദു പത്രത്തിൽ ഉണ്ട്, അത് ആർക്കും നോക്കാം. അവർ പറയുന്ന 5% ക്രിസ്ത്യാനികളാണ് BJPക്ക് ഇത്തവണ വോട്ട് ചെയ്തതെന്നാണ്. 2021 തെരഞ്ഞെടുപ്പിൽ 2%, അതായത് 3% കൂടി. ഈ 3% എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ഫിഗറാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ തൃശ്ശൂർ വലിയൊരു ശതമാനം ക്രൈസ്തവർ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതും കാലാകാലങ്ങളായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന, ഈ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന വോട്ടുകൾ കോൺഗ്രസിൻ്റെയാണ്. അത് പണ്ടങ്ങനെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെയും വോട്ടുകൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വേറെ കാര്യം, അത് അവരുടെ ഈഴവ വോട്ടുകളൊക്കെ. പക്ഷേ ഈ തൃശ്ശൂരെ ക്രിസ്ത്യൻ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്തത് ഏതെങ്കിലും ബിഷപ്പ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സഭയുടെ ഒരു എന്താ പറയുക ഇൻഫ്ലുവൻസിലല്ല എന്നുള്ളതാണ് വസ്തുത. ഇത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ കാര്യമാണ്, എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അത് നിങ്ങൾ ഈ പാനലിലിരിക്കുന്ന മറ്റ് 3 പേരേക്കാൾ, നിഷാദ് ഉൾപ്പെടെയുള്ള ആൾക്കാരെക്കാൾ എനിക്ക് ബോധ്യം ഉള്ള ഒരു കാര്യവുമാണ്. കാരണം ഈ തൃശ്ശൂർ ആർച്ച് ബിഷപ്പുമായിട്ട് കൂടുതൽ തവണ ഞാൻ കണ്ട് സംസാരിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത്. അതിനുശേഷം മാർ റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പായിട്ട് വന്ന സമയത്തും ഇതിനെക്കുറിച്ച് പല അന്വേഷണങ്ങളും നടത്തിയതാണ്. ഈ ക്രൈസ്തവ സമൂഹത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് പോലെ, നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ കുറേ ഈ ക്രിസംഖി എന്ന് പറയുന്ന ഒരു ചെറിയ വിഭാഗം ആൾക്കാരുണ്ട്. പക്ഷേ ആ ആൾക്കാർ പോലും മണിപ്പൂരിന് ശേഷം കുറേ പേരൊക്കെ BJPക്ക് വോട്ട് ചെയ്യാൻ സന്മനസ്സില്ലാത്ത ആൾക്കാരാണ്. ഇപ്പോൾ പത്തനംതിട്ടയിലൊക്കെ പോയപ്പോൾ ഒത്തിരി പേര് അവിടെ കോൺഗ്രസിനെതിരെ പറയുന്ന ആൾക്കാർ പോലും അവിടെ അനിൽ ആൻ്റണി എന്ന് പറയുന്ന ഒരു മോശം സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അവർ അവിടെ അനിൽ ആൻ്റണിക്ക് വോട്ട് ചെയ്തിട്ടില്ല. ആൻ്റണിക്ക് കഴിഞ്ഞ തവണ കിട്ടിയേക്കാൾ വോട്ട് ശതമാനം കൂടുകയാണ് ചെയ്തത്. അതിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് തന്നെയാണ് മുഖ്യ പങ്ക് വഹിച്ചത്. തോമസ് ഐസക്ക് ഈ അരുവിത്തറ പള്ളിയുടെ മുന്നിലൊക്കെ വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ച് അവിടെ കുറച്ച് ക്രിസ്ത്യൻ വോട്ട് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് കാര്യമായിട്ട് ക്രിസ്ത്യൻ വോട്ട് കിട്ടിയെന്ന് തോന്നുന്നില്ല. ആൻ്റണിക്ക് അവിടെ വലിയ ചീത്തപ്പേരുണ്ടായിട്ട് പോലും അവിടെ അദ്ദേഹത്തിന് 40% തിരിച്ചെത്താൻ പറ്റി. മറ്റ് കോട്ടയത്തേക്ക് വന്നാൽ, കോട്ടയത്താണെങ്കിലും ഫ്രാൻസിസ് ജോർജിന് കാര്യമായിട്ട് വോട്ടുകൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. തുഷാർ വെള്ളാപ്പള്ളിക്കാണെങ്കിൽ തീരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ക്രിസ്ത്യൻ വോട്ട് ഹൈബിയുടെ കാര്യം എറണാകുളത്ത് എടുത്താൽ, എറണാകുളം മണ്ഡലത്തിൽ ഭൂരിപക്ഷത്തേക്കാൾ കുറവാണ് LDFൻ്റെ സ്ഥാനാർത്ഥി കിട്ടിയത്. KS രാധാകൃഷ്ണൻ സ്വയം അവകാശപ്പെടുമായിരിക്കും അദ്ദേഹത്തിന് എന്തെങ്കിലും ക്രിസ്ത്യൻ വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. പക്ഷേ അത് ഒരു സാധ്യതയും അതിനില്ല. അപ്പോൾ കേരളത്തിൽ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഒക്കെ നടത്തിയിട്ട് BJPക്ക് ഇതുവരെ ഫലമുണ്ടായിട്ടില്ല. പക്ഷേ തൃശ്ശൂർ ഫലമുണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. അത് തൃശ്ശൂരെ ജനങ്ങൾ സ്വയം ആ BJPയുടെ പ്രൊപ്പഗാൻഡയും ഈ തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടും തൃശ്ശൂർ ഈ എന്താണ് ഒല്ലൂരും തൃശ്ശൂർ തൃശ്ശൂർ മോഡൽ ഡെവലപ്പ് ചെയ്യാൻ, ആ മോഡൽ സെല്ല് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക കേരളത്തിൽ ഇനി വേറെ സ്ഥലങ്ങളിലേക്ക് അടുത്ത തെരഞ്ഞെടുപ്പുകൾ? തൃശ്ശൂർ മോഡൽ ചിലയിടത്തൊക്കെ സെല്ല് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അതിനുള്ള സ്ഥാനാർത്ഥികൾ വേണം. ഇപ്പൊ BJPയുടെ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് തൃശ്ശൂർ ജയിക്കാൻ പറ്റിയത്. അല്ലാതെ അവിടെ വേറെ ആര് നിന്നാലും എനിക്ക് തോന്നുന്നില്ല അവിടെ ജയിക്കാൻ പറ്റുമായിരുന്നുവെന്ന്. കാരണം BJPയുടെ ഒരു സാധാരണ ഇപ്പോൾ ജോർജ് കുര്യനോ അല്ലെങ്കിൽ PJ തോമസോ അല്ലെങ്കിൽ ഇപ്പോൾ അതിനുശേഷം BJPയിലേക്ക് വന്ന ക്രിസ്ത്യൻ നേതാക്കൾ ആരെങ്കിലും അവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അവിടെ വിജയിക്കാൻ പറ്റുമായിരുന്നുവെന്ന്. സുരേഷ് ഗോപി ഒരു ക്രിസ്ത്യൻ ആൾ പോലുമല്ല, അദ്ദേഹം ഒരു ഹിന്ദുവാണ്, നായരാണ്. അവിടെ ഒരു എന്താ പറയുന്നത്, വേറെ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പോലും അവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് കിട്ടുമായിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഇതുപോലെ ഇവിടെ നേരത്തെ പ്രിന്റു പറഞ്ഞതുപോലെ നെഗറ്റീവ് പബ്ലിസിറ്റി അദ്ദേഹത്തിന് ഒരുപാട് ഗുണകരമായി വന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിനെതിരെ പലരും കരുതിക്കൂട്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് സാധാരണ ജനങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ആ ഒരു സിമ്പതിയായിട്ട് മാറാൻ ആ വോട്ടിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷേ ഈ മൊമെൻറ്റം ഷിഫ്റ്റ് നടന്നത് തൃശ്ശൂർ പൂരം അലമ്പാക്കിയതിന് ശേഷമാണ്. ആ ഒരു സന്ദർഭത്തിലാണ് സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഞാൻ പറയാൻ തുടങ്ങിയത്. നിഷാദിന് ഓർക്കുന്നുണ്ടാവും, അതുവരെ ഞാൻ കരുതിയത് മുരളീധരൻ ജയിക്കുമെന്നാണ്. പക്ഷേ ആ തൃശ്ശൂർ പൂരം കലങ്ങിയതിന് ശേഷം എനിക്ക് മനസ്സിലായി അവിടെ സുരേഷ് ഗോപി ജയിക്കുകയുള്ളൂ എന്ന്. അതിൽ CPMന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് എനിക്കറിയില്ല, അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അങ്കിത് അശോകനെ
ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് ഞാൻ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും അവിടെ സുരേഷ് ഗോപി ജയിച്ചു. പക്ഷെ അത് അത്ര എളുപ്പത്തിൽ BJPക്ക് വേറെ ഒരിടത്തും റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള സാഹചര്യമില്ല. ജോർജ് കുര്യനെ മന്ത്രിയാക്കിയത് പക്ഷെ ഒരു സൂചനയാണ്. ഇന്നിപ്പോൾ ദീപിക പത്രത്തിൽ അതിനെ പിന്തുണച്ചുകൊണ്ട് മുൻ വൈസ് ചാൻസലറൊക്കെയായ സിറിയക് തോമസ് ഒക്കെ ലേഖനം എഴുതിയിട്ടുണ്ട്. ഇന്ന് സീറോ മലബാർ സഭ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ഇതിനെ പിന്തുണച്ചുകൊണ്ട്. ജോർജ് കുര്യനെ പിക്ക് ചെയ്തു, ഓക്കെ. പക്ഷേ ഇതിനു മുമ്പ് കണ്ണന്താനത്തെ, അനിൽ ആന്റണിയെ ഒക്കെ, ടോം വടക്കനെ ഒക്കെ എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ കേരളത്തിൽ കണ്ടിട്ടില്ല. അതോ ഇക്കുറി സിറ്റുവേഷൻ വേറെയാണെന്നുണ്ടോ ആനന്ദ്? ഇല്ല, അതുപോലെയൊക്കെ തന്നെയുള്ളൂ. പക്ഷെ ജോർജ് കുര്യൻ കുറച്ചുകൂടി ഒരു ബേസ് ഉള്ളതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വോട്ടർ പിന്തുണ ഉണ്ടെന്നല്ല, പക്ഷേ ബിഷപ്പുമാരുമായിട്ടൊക്കെ കൂടുതൽ ബന്ധമുള്ള ഒരാളാണ്. അതൊരു സ്പെഷ്യൽ കേസാണ്. കണക്ഷൻസ് ഉള്ള ഒരു നേതാവ് നിലയ്ക്ക് എന്തുമാത്രം വർക്ക് ചെയ്യുമെന്നാണ് കാണേണ്ട കാര്യം. ലാൽകുമാർ ഈ CSDSന്റെ സർവേയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ വോട്ടിംഗ് പാറ്റേൺ എടുത്താൽ CPMന്റെ കാര്യം എടുക്കാം. ലെഫ്റ്റിനെ സംബന്ധിച്ച് അവർക്ക് വലിയ ലോസ് ഉണ്ടായ തെരഞ്ഞെടുപ്പാണല്ലോ. അതിൽ തന്നെ വോട്ടിൻ്റെ ഒരു ലോസ് പരിശോധിക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ആലപ്പുഴയിലും ആലത്തൂരിലും ഒക്കെ കാണുന്ന ഈ ലോസ് ഉണ്ടല്ലോ, അത് ഇപ്പോൾ ഈ ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ CPMന്റെ ഹാർഡ് കോർ ബേസിനകത്തുനിന്നുണ്ടാകുന്ന ചോർച്ച അതും ഒരു താൽക്കാലിക പ്രതിഭാസമായിട്ടാണോ കാണേണ്ടത്? അതിനപ്പുറത്തേക്കുള്ള സീരിയസ് തിങ്സ് അതിനകത്തുണ്ട് എന്ന് വിചാരിക്കണോ? അല്ല, അതിനകത്ത് സീരിയസ് തിങ്സ് ഉണ്ടോ അല്ലെങ്കിൽ വളരെ ഈസി ഗോയിങ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണോ എന്ന് അതിനെക്കുറിച്ച് പഠിച്ചാലേ പറയാൻ പറ്റൂ. പക്ഷേ ഒരു കാര്യം പറയാം, അവിടെ ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. അത് പാർട്ടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം പാർട്ടിക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യുകയും പാർട്ടിക്ക് അനുകൂലമായി മാത്രം സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ വിഷമമുണ്ട്. ആ വിഷമം നമ്മൾ പരസ്യമായി പറയുക തന്നെ ചെയ്യും. അതിനകത്ത് പറയാതിരിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ അടച്ചു പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കാര്യം ഈ പ്രസ്ഥാനം ഇവിടെ നിന്നാൽ മാത്രമേ ഈ പറയുന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ ആ മൂല്യം നിലനിൽക്കൂ. അല്ലെങ്കിൽ ഈ പറയുന്ന BJPയുടെ അല്ലെങ്കിൽ ഈ RSSന്റെ അധമ പ്രവർത്തനങ്ങളോട് ഒരുപാട് നടക്കും. അതിനെ പിടിച്ചു നിർത്തേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. ആ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് പറഞ്ഞാൽ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്, ഒരു ഉദാഹരണം. പ്രോ കോൺഗ്രസ് വികാരമുണ്ട്, അങ്ങനെ കമ്മ്യൂണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഒത്തുചേർന്ന് CPMനെതിരായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനകത്ത് നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ്റെ ആവശ്യം പോലും ഇല്ല. ദാറ്റ് ഈസ് ഓഫ് കോഴ്സ് റൈറ്റ്. പക്ഷേ അതെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നതാണോ? ഇത് നമ്മൾ 2019 പറഞ്ഞതാണ്, ഇനിയും CPM തീർന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ തിരിച്ചുവരവ്, റിമാർക്കബിൾ കം ബാക്ക് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഓരോ വീട്ടിലും ഒരു 90 വയസ്സായ അമ്മൂമ്മ വരെ കൊടി പിടിക്കാൻ തയ്യാറായി നിൽക്കുന്ന അത്രയും ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അവരോടുള്ള പ്രതിഷേധം ചിലപ്പം CPM തീർക്കും, അല്ലെങ്കിൽ ആൻറ്റി ഇൻകംബൻസിയുടെ കാര്യത്തിൽ തീർക്കും. പക്ഷെ അതുകൊണ്ട് അവരില്ലാതായിക്കൊള്ളണം എന്നുള്ള രീതിയിൽ കാണേണ്ട കാര്യമില്ല. കാര്യം പല പ്രാവശ്യവും CPMനെ തോപ്പിച്ചിട്ടുണ്ട്, പലതവണ ഇതിനു മുമ്പ് തോപ്പിച്ചിട്ടില്ലേ, ഇതിനെക്കാട്ടും വലിയ രീതിയിൽ തോപ്പിച്ചിട്ടുണ്ട്. പക്ഷേ തിരിച്ച് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്, തിരിച്ച് വോട്ടുകളൊക്കെ പിടിച്ച് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കാണുന്നത് എൻ്റെ ഒരു അനാലിസിസ് എന്ന് വെച്ചാൽ ഇതിന് മുമ്പുള്ള തോൽവികളും ഈ തോൽവിയും തമ്മിലുള്ള വ്യത്യാസം എടുക്കുമ്പോൾ ലാല് നേരത്തെ താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ വോട്ട് ഇറങ്ങി എങ്ങോട്ടേക്ക് പോകുന്നു എന്നത് ഇത്തവണ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു ഇൻവേഷൻ ഇത്തവണ പ്രധാനമാണ് മറ്റേ സംഗതിയുടെ. അല്ല, ഉറപ്പായി ലുക്ക് ഈ പറയുന്ന CPIMന് ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാര്യത്തിൽ അത് ബാലൻസ് ചെയ്യത്തക്ക രീതിയിലൊന്നും നടന്നിട്ടുമില്ല. അപ്പം ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ത് റീസൺ കൊണ്ടാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്? ഇപ്പം കഴിഞ്ഞ വർഷം ഒരു 2019 ഇലക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശബരിമല ഫാക്ടർ എന്ന് പറഞ്ഞൊരു വലിയ ഫാക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫാക്ടറൊന്നും ഇല്ല. അപ്പോൾ ഇത്രയും രീതിയിൽ ഷിഫ്റ്റ് ചെയ്തു പോകാനുള്ള ഒരു സബ്സ്റ്റാൻഷ്യൽ റീസൺ അവിടെ ഇല്ല. ആ സബ്സ്റ്റാൻഷ്യൽ റീസൺ കണ്ടുപിടിക്കാതെ വോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്, അതൊരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ തിരിച്ചു വരാൻ കഴിയും. അതിന് നമ്മൾ കണ്ണടച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ വർക്ക് ചെയ്യുക, അത് പൊളിറ്റീഷ്യൻസ് ഉണ്ട്. ഇത്തവണ സുരേഷ് ഗോപിയെ കുറച്ചുകൂടി വലിയ പദവിയിൽ അവരോധിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ അടുത്ത തവണ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നു. ഇതിപ്പോൾ വലിയ കാര്യമായി അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്ന ആളുകൾക്ക് തോന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ പരിഗണിക്കാത്തതെന്ന് ചോദ്യത്തിന് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, വിശകലനങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ക്യാബിനറ്റ് പദവി ഒറ്റയ്ക്ക് നോക്കി നടത്താനുള്ള ശേഷിയില്ലായ്മയുണ്ട്, ഒരു ഗ്രൗണ്ട് പൊളിറ്റീഷ്യൻ അല്ല എന്ന നിലയ്ക്കുള്ള പരിചയക്കുറവുണ്ട്,
പലതരത്തിൽ അദ്ദേഹം ഒരു ഭാവനാ ലോകത്ത് ജീവിക്കുന്നു എന്നുള്ള സംശയം ആളുകൾക്കുണ്ട്. BJP അത് അങ്ങനെ കാണുന്നുണ്ടാവുമോ നേതൃത്വവും? അങ്ങനെയല്ല സാർ, ഞങ്ങൾ കൃത്യമായിട്ടൊരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. അത് മോഡിയുടെ ഭരണകൂടമായിക്കോട്ടെ, ഒരു കൃത്യമായിട്ട് എന്താണോ ഒരു ടാർഗറ്റ് ഇട്ട് ആ ടാർഗറ്റിനനുസൃതമായിട്ടാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും. ഇപ്പം നിങ്ങളൊരു പൊളിറ്റിക്കലി നേരത്തെ ഒരു നരേഷൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കൂ, 2016 മുതലാണ് BJPക്ക് അനുകൂലമായി കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഘടന ചേഞ്ച് ചെയ്തത്. ആ ചേഞ്ച് ചെയ്യാൻ ഞങ്ങൾ കൊണ്ടുവന്ന വ്യക്തി എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അന്ന് നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന ഹിന്ദുക്കൾക്കെല്ലാം ഐക്യമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്ന് ജാഥ നയിച്ചത് വെള്ളാപ്പള്ളി നടേശനാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് കൃത്യമായിട്ട് എല്ലാ പിന്തുണയും BJP കൊടുക്കുന്നു. അതിനുശേഷം 2016 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കൂ, അതുവരെ ഓരോ മണ്ഡലത്തിലും 5000, 6000 വോട്ടുണ്ടായിരുന്ന BJPക്ക് 25,000-നും 30,000-നും വോട്ട് കിട്ടുന്ന രീതിയിലേക്ക് മാറുന്നു. അപ്പോൾ കഴക്കൂട്ടം അടക്കമുള്ള സ്ഥലങ്ങളിൽ, നേമം അടക്കമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നേമത്ത് BJP ജയിക്കുന്നു. കഴക്കൂട്ടം അങ്ങനെയുള്ള വട്ടിയൂർക്കാവ് അടക്കമുള്ള പ്രദേശങ്ങളിൽ BJP 2ാം സ്ഥാനത്തേക്ക് വരുന്നു. അന്ന് രൂപപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഘടനയുണ്ട്. ആ പൊളിറ്റിക്കൽ ഘടനയിൽ ഞങ്ങൾ ചിന്തിച്ചത് ഈഴവ വോട്ട് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ കൃത്യമായിട്ട് ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്, ഒരു സംശയം വേണ്ടത്. ഈഴവ സമൂഹം ഒരു പക്ഷേ എല്ലാ കാലഘട്ടത്തിലും CPM-ന്റെ അടിത്തറ വോട്ട് ബേസ് ആയിരുന്ന ഈഴവ വോട്ട് ബാങ്ക് BJPക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അത് സത്യമാണ്. നായർ വോട്ട് ബാങ്ക് എല്ലാ കാലഘട്ടത്തിലും BJPക്ക് ഉണ്ട്. നായർ ഈഴവ പ്ലസ് അടുത്ത വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ടാണ്. അപ്പോൾ പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെ BJPക്ക് ഒരു 40 സീറ്റ് കിട്ടണമെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് BJPയിലേക്ക് കൃത്യമായി വരേണ്ടതുണ്ട്. അതിൻ്റെ പരീക്ഷണമായിരുന്നു തൃശ്ശൂരിൽ നടന്നത്. പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിയാണ് തൃശ്ശൂരിലേത്. നിങ്ങൾ നോക്കണം, പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിയുടെ ആസ്ഥാനമാണ് തൃശ്ശൂർ. ആ പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിയുടെ ആസ്ഥാന മന്ദിരത്തിൽ അവർ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പരീക്ഷണം വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടത് ഒരു വിജയമാണ്. അതിനർത്ഥം നിങ്ങൾ പറയുന്നത് ഇതിനകത്ത് മറ്റൊരു വശം കൂടിയുണ്ട്. അതിനർത്ഥം സ്വാഭാവികമായിട്ട് അപ്പുറത്തുള്ള മൈനോറിറ്റിക്ക് ഇടയിലുള്ള പോളറേഷൻ, ഇപ്പോൾ ന്യൂനപക്ഷ പ്രീണനം. ഇപ്പോൾ ഇടതുപക്ഷം ചെയ്യുന്നത് എന്താണ്? ന്യൂനപക്ഷ പ്രീണനമാണ്. പക്ഷേ ന്യൂനപക്ഷത്തിന്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന് കൃത്യമായിട്ടുള്ള കോൺഷ്യസ് ഉണ്ട്. മുസ്ലിം വിഭാഗം പൊളിറ്റിക്കലി കോൺഷ്യസ് ആണ്. കേരളത്തിൽ പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ മുസ്ലിംസ് ആണ്. അതുകൊണ്ട് ഈ ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഒരു ഫിക്സഡ് വോട്ട് ബാങ്ക് ആയിട്ട് മുസ്ലിം സമൂഹം നിൽക്കില്ല. മുസ്ലിം സമൂഹം അധികാരത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവരുടെ സ്വത്വം ഉയർത്തുന്ന UDFന്റെ കൂടെ പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക? UDFന്റെ കൂടെ നിൽക്കുന്ന വോട്ട് ബാങ്കിനൊപ്പം നിൽക്കുന്ന സമയത്ത് ഹിന്ദു വോട്ട് ബാങ്ക് BJPയിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഇടതുപക്ഷം പിറകോട്ട് പോയിട്ടുള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു BJP ഗ്രാജുവലി വളരാനുള്ള സകല സാധ്യതകളും ഇതാ തുറക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. സമയം കഴിയുന്നതാണ്. അല്ല, ലാൽകുമാർ ഒരു 30 സെക്കൻഡ് മറുപടി. 30 സെക്കൻഡ്. അല്ല, നമ്മൾ ഈ മുസ്ലിം വിഷയത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. നോക്കൂ, പാലസ്തീൻ വിഷയത്തിൽ, CAA വിഷയത്തിൽ CPM വളരെ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. ഈ വലിയ ശബ്ദത്തോടു കൂടി സംസാരിച്ചിട്ടുണ്ട്. ആ ശബ്ദത്തോടു കൂടി സംസാരിക്കേണ്ട വിഷയത്തിൽ ശബ്ദത്തോടു കൂടി സംസാരിക്കുക തന്നെ വേണം. അതാണ് നിങ്ങൾ ഈ അപ്പീസ്മെൻ്റ് എന്ന് പറയുന്നെങ്കിൽ അതിനെ ഞങ്ങൾ വിളിക്കുന്നത് പ്രൊട്ടക്ഷൻ എന്നാണ്. പ്രൊട്ടക്ഷനും അപ്പീസ്മെൻറ്റും രണ്ടും രണ്ടാണ്. നിങ്ങൾ ഈ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നവനെ അല്ല ഇത് അപ്പീസ്മെൻ്റ് ആണെന്നുള്ള പൊളിറ്റിക്കൽ നറേറ്റീവ് ഈ രാജ്യത്ത് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വിജയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നിങ്ങളാണ് ശരി എന്ന് നിങ്ങൾ കരുതരുത്. ഞങ്ങൾ തന്നെയാണ് ശരി. CPM ഈ തെരഞ്ഞെടുപ്പെടുത്ത സകല സ്ട്രാറ്റജികളെ കുറിച്ച് അവർക്ക് ആഴത്തിലൊരു പഠനം ഉണ്ടാവട്ടെ. എങ്ങനെയാണ് അവർക്ക് ഈ തിരിച്ചടി ഉണ്ടായെന്ന് അവർ പരിശോധിക്കേണ്ടതാണ്. സുരേഷ് ഗോപിയുടെ നിരാശ ഈ രാത്രി കൊണ്ട് അവസാനിക്കുമോ എന്ന് നോക്കുകയും ചെയ്യാം. എന്തായാലും അവസാനിപ്പിക്കുന്നു. താങ്ക് യു ലാൽകുമാർ, ആനന്ദ് കൊച്ചുകുടി, പ്രിൻറ്റു മഹാദേവി ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ പറഞ്ഞതിന്.